ശിവ, നീ ഇന്നലെ എന്നോട് പറഞ്ഞതിനുള്ള മറുപടി ഇന്ന് തന്നെ ഞാൻ നിനക്ക് തരും. പക്ഷേ അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതിനൊരു മറുപടി നിനക്ക് നൽകാഞ്ഞത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ മുഖം തിരിച്ച് അവനെ നോക്കി. പോയി ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് മാത്രമേ ഞാൻ ഓഫീസിലേക്ക് പോകുന്നുള്ളൂ. അവൻ അവളുടെ ശരീരത്തിൽ നിന്നും മാറിക്കൊണ്ട് പറഞ്ഞതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആദ്യേട്ടാ, അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു. ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക്, പോയി ഫ്രഷ് ആയിട്ട് വാ. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ ഡ്രസ്സും ടവലും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ കയറി. അവൾ ഇറങ്ങിയിട്ട് അവൻ ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറിയതും അവൾ അടുക്കളയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ ആദിയുടെ അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. പുറകിൽ നിന്നും അത് മനസ്സിലാക്കിയ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അവളെ പെട്ടെന്ന് അവിടെ കണ്ടതും അവർ തിരിഞ്ഞു നിന്ന് കണ്ണുനീർ തുടച്ചു. പിന്നെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ കരയുമായിരുന്നോ? അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഇല്ല മോളെ, എന്താ? അവർ അവളെ നോക്കി മറുപടി നൽകി. എന്തിനാ അമ്മേ എന്നോട് കള്ളം പറയുന്നത്? അമ്മ കരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ അമ്മ കരഞ്ഞത്? അവൾ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. കണ്ണിൽ ഒരു കരട് പോയി, ചിലപ്പോൾ അതായിരിക്കും. അവർ വീണ്ടും പറഞ്ഞു. എന്തിനാ അമ്മ എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളത്തരം പറയുന്നേ? പറ, അമ്മ എന്തിനാ കരഞ്ഞത്? ആദ്യേട്ടൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണോ? അവൾ അവരോട് സംശയത്തോട് ചോദിച്ചു. അതിന് അവരൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ അമ്മ വിഷമിക്കുന്നേ? അച്ഛൻ ചെയ്ത തെറ്റുകൾ കൊണ്ടല്ലേ ഇപ്പോൾ ജയിലിൽ കിടക്കാൻ കാരണം. ആദ്യേട്ടന് അച്ഛനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും സ്നേഹം ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ആദ്യേട്ടൻ അച്ഛനെ ഇറക്കാനുള്ള എന്തെങ്കിലും ചെയ്യില്ലായിരുന്നോ? ഇതിപ്പോൾ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. കാരണം അത്രയും വലിയ തെറ്റാ ഏട്ടൻ്റെ അച്ഛൻ അവരോടൊക്കെ ചെയ്തത്. പാറു അനാഥമായി പോയത് അച്ഛൻ കാരണമല്ലേ? അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവരത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. മോള് പറഞ്ഞത് ശരിയാണ്. അയാൾ വെറൊരു ദുഷ്ടനാ. ഇന്നുവരെ അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. എങ്ങനെയോ ആദ്യം ഉണ്ടായിപ്പോയി എന്നുള്ളതല്ലാതെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ എന്തോ ഉള്ളിലൊരു വേദന. എന്നെ താലി കെട്ടിയ മനുഷ്യനല്ലേ? അവർ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നമ്മൾ സ്ത്രീകളുടെ ഒരു കോമൺ സ്വഭാവമായത്. എത്രയൊക്കെ പുരുഷന്മാർ നമ്മളെ ഉപദ്രവിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കും. അവരെ പൂർണ്ണമായും വെറുക്കാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ പെൺകുട്ടികൾ പിന്നെയും കുറച്ച് ബോൾഡാ. സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവരാരുടെയും കാൽക്കീഴി കിടക്കാനോ ഒന്നും തയ്യാറാവില്ല. പക്ഷെ അമ്മയെപ്പോലെയുള്ള പണ്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല. നിങ്ങളെയൊക്കെ അവരെത്ര ഉപദ്രവിച്ചാലും തല്ലിയാലും എത്ര അപമാനിച്ചാലും നിങ്ങളെപ്പോഴും തൻ്റെ ഭർത്താക്കന്മാരെ സ്നേഹത്തോട് കൂടെ നിർത്താൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ അമ്മേ? അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവരാണെന്നുള്ള രീതിയിൽ തലയാട്ടി. അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ടോ? അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവർ നിറകണ്ണുകളോടെ അവളെ നോക്കി. പറയമ്മേ, അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുണ്ടോ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചതും അവർ വീണ്ടും തലയാട്ടി. മോളെ, ഇതൊന്നും ആദ്യോട് പറയാൻ നിൽക്കണ്ട നീ. അവന് ദേഷ്യമാകും. അവരവളെ നോക്കി പറഞ്ഞു. അതൊന്നുമില്ല, അങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ ആദ്യേട്ടനോട് സംസാരിക്കാം. അമ്മയെ അച്ഛനെ കൊണ്ടു ചെന്നൊന്ന് കാണിക്കാൻ ഞാൻ പറയാം. അവൾ അവരെ നോക്കി പറഞ്ഞിട്ടും അവരൊന്നും മിണ്ടിയില്ല. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യ അവളെ വിളിക്കുന്നത്. അവൾ അമ്മയോട് പറഞ്ഞിട്ട് ആദ്യയുടെ അടുത്തേക്ക് നടന്നു. ആദ്യ കുറേ സാധനങ്ങളും മറ്റുമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു. കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി. വാ, അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ തന്നെ അവൻ്റെ പുറകിലേക്ക് ചെന്നു. ആ മണ്ണെണ്ണയും കൂടി എടുത്തിട്ട് വാ. അടുക്കളയിൽ വന്നതും ആദ്യം അവളോട് പറഞ്ഞു. അവളും അമ്മയും സംശയത്തോടെ പരസ്പരം നോക്കി. പിന്നെ അവൾ മണ്ണെണ്ണയും എടുത്തുകൊണ്ട് അവൻ്റെ കൂടെ ചെന്നു. അവൻ അവളെയും കൂട്ടി അടുക്കളയുടെ പുറകുവശത്തായിട്ടായിരുന്നു പോയത്. അവിടെ ചെന്നതും അവൻ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനവും താഴേക്കിട്ടു. അതിൽ പാറുവിൻ്റെ ഫോട്ടോയും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമാണെന്ന്? ശരിക്കും അത് ഞാൻ നിന്നോട് ആദ്യമേ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. അതിനു മുൻപ് ഇതൊക്കെ എനിക്ക് നശിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അതിന് കഴിഞ്ഞില്ല. രാത്രിയിൽ നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ അതിന് തിരികെ മറുപടിയൊന്നും പറഞ്ഞില്ല എന്നുള്ള വിഷമം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതിന് മുൻപേ അവളുടെ എല്ലാ ഓർമ്മകളും എന്നിൽ നിന്നും നശിച്ചിരിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. കാരണം നമ്മൾ പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതും പറഞ്ഞ് അവൻ അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു. അതിനുശേഷം അവൻ്റെ കയ്യിൽ കരുതിയിരുന്ന തീപ്പെട്ടി എടുത്ത് ഉരസി അതിലേക്കിട്ടു. അത് കത്തുന്നത് ആദിയും ശിവയും നോക്കി നിന്നു. അവളുടെ ഫോട്ടോസും മറ്റും കത്തി നശിക്കുന്നതിനിടയിൽ അവൻ ശിവയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഐ ലവ് യു ടു ശിവ.
അത് കത്തി തീരാറായപ്പോഴേക്കും അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതെല്ലാം വാതിലിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. രാവിലെ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് ലച്ചു. അവളുടെ ഒപ്പം അവളെ സഹായിക്കാൻ പാറുവും രാവിലെ അടുക്കളയിലേക്ക് ചെല്ലാറുണ്ട്. അനന്തേട്ടൻ എഴുന്നേറ്റില്ലേ ചേച്ചി? അവൾ സംശയത്തോടെ ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ല പാറു, ഏട്ടന് ഉറക്കവാ. ഇന്ന് എവിടെയോ പോകണമെന്ന് പറഞ്ഞായിരുന്നു. കുറച്ചും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെന്ന് വിളിച്ചുണർത്താം. അവൾ ചിരിയോടെ അവൾക്ക് മറുപടി നൽകി. ചേച്ചിക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല, ഇന്നലെ മുതൽ എന്തോ ഒരു ക്ഷീണം പോലെ, അതുകൊണ്ട് ഞാനിന്ന് ക്ലാസ്സിന് പോകുന്നില്ല എന്ന് വെച്ചു. ലച്ചു അവളെ നോക്കി മറുപടി പറഞ്ഞു. അടുത്ത മാസം മുതൽ എനിക്കും കോളേജിൽ ക്ലാസ് തുടങ്ങുക. ഇതുവരെ ക്ലാസ്സിൽ പോകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത മാസം മുതൽ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം. പാറു വിഷമത്തോടെ പറഞ്ഞു. അതെല്ലാവർക്കും അങ്ങനെയാ. സ്കൂൾ തുറക്കുന്നത് വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നായിരിക്കും. പക്ഷെ തുറക്കാറാകുമ്പോഴോ ഇപ്പോഴേ വേണ്ടായിരുന്നു എന്ന് തോന്നും. എന്തായാലും ഇത് എന്നോട് പറഞ്ഞത് പോട്ടെ, നീ നിന്റെ കാശേട്ടനെ കേൾക്കി ഇത് പറയരുത്. ലച്ചു ചിരിച്ചു. ആ അത് ശരിയാ, കാശേട്ടനോട് പറഞ്ഞ വഴക്കുറപ്പാ. എൻ്റെ ഇഷ്ടത്തിന് അവിടെ അഡ്മിഷൻ വാങ്ങി തന്നത്. പഠിച്ചില്ലെങ്കിൽ അടിക്കൂന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. റാങ്ക് വാങ്ങണമെന്നാ ഇപ്പോഴേ പറയുന്നത്. അവൾ വിഷമത്തോടെ ലച്ചുവിനോട് പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം? നിന്നെക്കൊണ്ട് പറ്റാവുന്നത് തന്നേ ഉള്ളൂ. ആ കാര്യത്തിൽ ഞാൻ കാശിയേട്ടൻ്റെ കൂടെ തന്നെയാണ്. ലച്ചു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. അല്ലെങ്കിലും ഈ കാര്യത്തിൽ എൻ്റെ കൂടെ ആരും നിൽക്കില്ല എന്ന് എനിക്കറിയാം. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു വീണ്ടും ചിരിച്ചു. അവർ പിന്നെയും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ലച്ചുവിന് തല ഇറങ്ങുന്നത് പോലെ തോന്നി. അവൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാറു ചായ തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ലച്ചു താഴേക്ക് വീണതും പാറു ഞെട്ടിപ്പോയി. ലച്ചു ചേച്ചി, ചേച്ചി! പാറു തറയിലേക്ക് ഇരുന്നു കൊണ്ട് ലച്ചുവിനെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, ലച്ചു ചേച്ചി! അവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ലച്ചു എന്നിട്ടും കണ്ണ് തുറക്കുന്നില്ലായിരുന്നു. റൂമിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന കാശി കേൾക്കുന്നത് പാറുവിൻ്റെ ഈ കരച്ചിലാണ്. പാറു, എന്താ? അവൻ ഓടി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ചേച്ചി, ചേച്ചി എഴുന്നേൽക്കുന്നില്ല കാശിയേട്ടാ. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. മോള് വിഷമിക്കാതിരിക്കുക, നീ പോയി അനന്തനെ വിളിച്ചിട്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ. കാശി അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് തലയാട്ടി. പിന്നെ അനന്തനെ വിളിക്കാൻ അവരുടെ റൂമിലേക്ക് പോയി. കാശി പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൈകളിലേക്ക് എടുത്തു. പിന്നെ അത് അവളുടെ മുഖത്തേക്ക് തളിച്ചതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്താ ലച്ചു, എന്താ പറ്റിയേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല കാശിയേട്ടാ, പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പിന്നെ ഒന്നും അങ്ങോട്ട് ഓർമ്മയില്ല ഏട്ടാ. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ ഒന്നും കഴിക്കാഞ്ഞതുകൊണ്ടാകും. കാശി സംശയത്തോടെ ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല കാശിയേട്ടാ, നമ്മൾ എപ്പോഴും കഴിക്കുന്ന സമയം പോലും ആയില്ലല്ലോ. അവൾ വീണ്ടും പറഞ്ഞു. പിന്നെ ഇതെന്തു പറ്റി? പനി വല്ലതും ആണോ? അവൻ അവളുടെ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കി. ഏയ്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, ഹോസ്പിറ്റലിൽ പോണോ? അവൻ ആവലാതിയോട് ചോദിച്ചു. വേണ്ട കാശിയേട്ടാ, കുഴപ്പമൊന്നുമില്ല. അല്ല, പാറു എവിടെ? അവൾ സംശയത്തോട് ചോദിച്ചു. അനന്തനെ വിളിക്കാൻ പോയതാ മോളെ, കാശി അവളെ നോക്കി പറഞ്ഞു. പാറു മുറിയിൽ ചെന്നപ്പോൾ അനന്തൻ നല്ല ഉറക്കമായിരുന്നു. അനന്തേട്ടാ, ഏട്ടാ! അവൾ അവനെ തട്ടി വിളിച്ചു. ഉടനെ അനന്തൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും പാറു അവൻ്റെ പുറത്തേക്ക് ചെന്ന് വീണു. നീ ഒരു ദിവസം കൊണ്ട് വണ്ണം വെച്ചല്ലോ ലച്ചു. അവൻ കണ്ണുകൾ തുറക്കാതെ അവളോട് പറഞ്ഞു. ഏട്ടാ, ഞാൻ പാറുവാ. പാറു ദയനീയമായി അവനെ നോക്കി പറഞ്ഞതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. നീയോ? അവൻ പെട്ടെന്ന് അവളെ വിട്ടിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അതൊക്കെ പിന്നെ പറയാം, ഒന്ന് എഴുന്നേറ്റ് വാ അനന്തേട്ടാ. ലച്ചു വെച്ച് തലചുറ്റി വീണു. അവൾ പറഞ്ഞു. എന്താ? അതിപ്പോൾ എന്താ തല ചുറ്റാൻ? അവൻ ആവലാതിയോടുകൂടി ചോദിച്ചു. അറിയില്ല, കാശിയേട്ടനുണ്ട്, ഏട്ടനും കൂടി വാ. അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റിട്ട് ഷർട്ടെടുത്തിട്ടുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവളും അവൻ്റെ പുറകെ ചെന്നു. എന്താടി, എന്താ പറ്റിയേ? അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല അനന്തേട്ടാ, എനിക്കെന്തോ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഇപ്പോൾ കുഴപ്പമില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാ കാശിയെ സൈനു വിളിക്കുന്നത്. സനു താത്ത, സുഖമാണോ? ഞാൻ ഇന്നലെ കുറച്ച് ക്യാഷ് കൊടുത്തു വിട്ടിരുന്നു, കിട്ടിയായിരുന്നോ അത്? അവൻ സംശയത്തോടെ ചോദിച്ചു. കിട്ടി മോനെ. എവിടെ ലച്ചുവും പാറുവൊക്കെ? അവർ ചിരിച്ചുകൊണ്ട് വിശേഷം തിരക്കി. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ലച്ചു രാവിലെ ഒന്ന് തലചുറ്റി വീണു. ഞങ്ങളെല്ലാവരും അവളുടെ അടുത്ത് നിൽക്കുക. കാശി മറുപടി പറഞ്ഞു. ആണോ? എങ്കിൽ നോക്കി നിൽക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കാണിക്ക്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സനു താത്ത, അവൾ ഓക്കെയാ. അതല്ല മോനെ, വിവാഹം കഴിഞ്ഞ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അവർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് കാശിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അവരാരും അങ്ങനെയൊന്നും ചിന്തിച്ചത് പോലുമില്ല എന്ന് കാശി ഓർത്തു.
എന്തൊരു വലിയ വലിച്ചത്, എൻ്റെ കൈ പോയെന്നാ തോന്നുന്നത്. അവൾ അനന്തം പിടിച്ചു വലിച്ച കൈ ഒഴിഞ്ഞുകൊണ്ട് അവനോട് പതിയെ പറഞ്ഞതും അവൻ ചമ്മിയതുപോലെയായി. ആരോടും പറയല്ലേ, നാണക്കേടാ, പ്ലീസ്, എൻ്റെ സുന്ദരി കുട്ടിയല്ലേ. അനന്തം പതിയെ പാറുവിനോട് പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു. സോപ്പിംഗ് ഒന്നും വേണ്ട, ഞാൻ പറയില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരോട് പറഞ്ഞാലും ലവനോട് പറയരുത്. അവന് പൊസസീവ്നെസ്സിൻ്റെ അസ്കിതയുള്ളതാ, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. അത് കണ്ട് അനന്തൻ അവളെ നോക്കി കണ്ണ് ചിമ്മിക്കാണിച്ചു. കാശി സൈനുവിനോട് അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. എടാ, നീ ഇവളെയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. കാശി അനന്തനെ നോക്കി പറഞ്ഞതും അനന്തൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിൽ പോകണോ ലച്ചു? അവൻ ലച്ചുവിനെ നോക്കി ചോദിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കാശിയേട്ടാ. അവളും അവനെ നോക്കി മറുപടി പറഞ്ഞു. ലച്ചു ചേച്ചിക്ക് ഇന്നലെ മുതൽ ക്ഷീണമാണെന്ന് ചേച്ചി എന്നോട് പറഞ്ഞില്ലേ? ചിലപ്പോൾ പനിയുടെ ആയിരിക്കും ഈ ക്ഷീണവും തലകറക്കവും ഒക്കെ. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് വാ. പാറ നിഷ്കളങ്കമായി അവരോട് പറഞ്ഞു. അനന്ത, നീ ഇങ്ങോട്ട് വന്നേ. കാശി അനന്തനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങി. എന്താടാ? അനന്തൻ സംശയത്തോടെ കാശിയോട് ചോദിച്ചു. എടാ, സൈനത്താത്ത എന്നോടൊരു കാര്യം പറഞ്ഞു. അതും പറഞ്ഞ് കാശി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനന്തനോട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതെയോ? എങ്കിൽ ഞാൻ ഇപ്പം തന്നെ അവളെ കൂട്ടിയിട്ട് പോകാം. അതും പറഞ്ഞ് അനന്തൻ അവളോട് റെഡിയാകാൻ പറഞ്ഞു. അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അനന്തൻ അത് കൂട്ടാക്കിയില്ല. എല്ലാവരും കൂടി നിർബന്ധിച്ചതും ലച്ചു ഒരുങ്ങി അനന്തനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവർ കാറിൽ ഗേറ്റ് കടന്നു പോയതും പാറു കാശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ വയറ്റിൽ കൂടി കൈ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അനന്തനോട് എന്താ രഹസ്യം പറഞ്ഞേ? അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ സൈനു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ശരിക്കും അപ്പോൾ വാവയായിരിക്കുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ വിടർത്തി. അറിയില്ല, നമുക്ക് നോക്കാം. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും അനന്തൻ അവരെ ഹോസ്പിറ്റലിൽ നിന്നും ഫോൺ ചെയ്തു. എടാ, ഞാനൊരു അച്ഛനാകാൻ പോവാടാ. അവൻ ചിരിയോട് കാശിയോട് പറഞ്ഞതും കാശിക്കും പാറുവിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അനന്തേട്ടനെ കുഞ്ഞു വരുവാ അല്ലേ? അവൾ ചിരിയോട് ചോദിച്ചു. അതെ, അവനും പറഞ്ഞു. അപ്പോൾ കാശിയേട്ടൻ്റെ കുഞ്ഞാരാ? അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കുഞ്ഞ് ഈ പാറുകുട്ടിയല്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം ഉരസി. അവളുടെ ചിരി ആ വീട്ടിൽ മുഴുകി കേട്ടു.